വചനകിരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പാർട്ടിസ് കാസ്റ്റ് എന്ന എഴുത്തുകാരിയുടെ ദ ഇൻവിസിബിൾ സ്ട്രിംഗ് എന്ന ബുക്ക് വളരെ കൗതുകമുണർത്തുന്നതാണ്. കൂടാതെ ഇതിലെ ചിത്രങ്ങൾ വായനക്കാർക്ക് സന്തോഷവും ആശ്വാസവും നൽകുന്നു. 1.5 മില്യൺ കോപ്പീസ് വിറ്റഴിഞ്ഞ കുട്ടികൾക്കായുള്ള ഈ ബുക്കിന്റെ പ്രമേയം വായനക്കാരിൽ ആഴത്തിലുള്ള ചിന്തകളെ ഉണർത്തുന്നു. അതായത് ഡേ കെയറിലോ കിൻഡർ ഗാർഡനിലോ രാവിലെ ആക്കിയിട്ട് പേരൻസ് പോകുമ്പോൾ സെപ്പറേഷൻ ആങ്സൈറ്റിയുള്ള കുട്ടികൾ കരയാറുണ്ട്. എന്നാൽ ഒരു ഇൻവിസിബിൾ സ്ട്രിങ്ങിനെ മെറ്റഫോറായി എടുത്തുകൊണ്ട് എഴുത്തുകാരി പറയുകയാണ്, എത്ര തന്നെ കാണാമറയത്ത് പോയാലും കുട്ടികൾ കരയേണ്ടതോ വിഷമിക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. കാരണം സ്ട്രിങ്ങിന്റെ ഒരറ്റം തന്റെ കയ്യിലാണെങ്കിൽ മറ്റേ അറ്റം പേരന്റിന്റെ കയ്യിലാണ്. കൂടാതെ ആരും അറിയാതെ ഇൻവിസിബിൾ സ്ട്രിങ്ങിന്റെ നീളം കൂടിക്കൂടി വരികയും അതൊരിക്കലും അറ്റുപോവുകയുമില്ല. മാത്രവുമല്ല, വൈകുന്നേരമാകുമ്പോഴേക്കും കുട്ടിയെ പിക്ക് ചെയ്യാനായിട്ട് പേരന്റ് തിരിച്ചു വരുമല്ലോ. അതുവഴി സെപ്പറേഷൻ ആങ്സൈറ്റിയുള്ള കുട്ടിയുടെ ആങ്സൈറ്റി മാറുകയും നല്ലൊരു കംഫർട്ട് സോണിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതൊരു ചെറിയ പ്രമേയം ആണെങ്കിൽ പോലും കുട്ടികൾക്ക് ഇൻവിസിബിൾ സ്ട്രിംഗ് വലിയൊരു ആശ്വാസമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും. ഹെബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 1 വാക്യത്തിൽ നാം കാണുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് എന്ന്. ഇവിടെ ദൈവസ്നേഹത്തെ ഒരു ഇൻവിസിബിൾ സ്ട്രിംഗായി നമുക്കൊന്ന് വിചാരിച്ചു നോക്കാം. നാം എത്ര ദൂരത്തു പോയാലും എത്ര തന്നെ അകന്നു പോയാലും ദൈവസ്നേഹം നമ്മിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവുകയില്ല. പിതാവിന്റെ കരുതൽ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഉറച്ച വിശ്വാസം നമുക്ക് വേണം എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ കൂടി പറയുന്നത്. ചെറിയ കുട്ടി ഇൻവിസിബിൾ സ്ട്രിങ്ങിന്റെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് പോലെ നാം സ്ട്രിങ്ങിന്റെ മറ്റേ അറ്റം പിടിക്കുക. ആ മറ്റേ അറ്റത്ത് നമ്മെ സ്നേഹിക്കുന്ന പിതാവുണ്ട് എന്ന ഉറച്ച വിശ്വാസവും ഉണ്ടായിരിക്കുക. അവിടുത്തെ സ്നേഹം നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഐസയ ചാപ്റ്റർ 41 വേഴ്സസ് 10 കൂടെ നാം കാണുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എത്ര വലിയൊരു ഉറപ്പാണ് ഈ വാക്യത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാമല്ലോ, നോമ്പുകാലം ദൈവത്തോട് കൂടുതലായി അടുക്കുവാനുള്ളതും ദൈവിക ചിന്തകളിൽ ധാരാളമായി മുഴുകുവാനുമുള്ള ഒരു സമയമാണെന്നത്. അതിനാൽ തന്നെ നോമ്പിന്റെ 2ാം പകുതിയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആഴത്തിൽ വിശ്വസിക്കുക, പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടുകളിലും ചെങ്കടലിനെ 2ആയി വിഭജിച്ച ദൈവം രാത്രിയിൽ അഗ്നി തൂണായും പകൽ സമയത്ത് മേഘസ്തംഭവുമായും ഇസ്രായേലിനെ നയിച്ചതുപോലെ നമ്മെയും കരം പിടിച്ചു നടത്തും. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, ആ ഇൻവിസിബിൾ സ്ട്രിങ്ങിന്റെ ഒരറ്റം നമ്മുടെ കയ്യിലാണെങ്കിൽ മറ്റേ അറ്റം പിടിക്കുന്നത് നമ്മുടെ സ്നേഹപിതാവായ ദൈവമാണെന്നുള്ളത് മാത്രം. May God bless you all. Thank you. സ്തുതിക്കൂ